ആ പേരിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഇല്ല. എന്തെങ്കിലും പറയൂ. പറയാൻ കച്ചവടം എവിടെ വരെ എത്തി? കച്ചവടം കുഴപ്പമില്ല, പൊടി പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിലൊരാളെ ഞങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ് കഥയുടെ ഒരു രീതി. തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്നുള്ള പാട്ടൊക്കെ കേട്ട് ഞാനിങ്ങനെ 350 സിനിമ ആകാൻ പോകുന്നു. ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. എല്ലാ റിലേഷൻഷിപ്സിനും നന്നായിട്ട് വാല്യൂ കൊടുത്താണ് സാർ എഴുതിയിരിക്കുന്നത്. ഞാൻ ട്രെയിലറിൽ ഇല്ല, മനസ്സിലായില്ലോ. നമസ്കാരം. ഇൻഫാക്ട് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ബിക്കോസ് ഒട്ടും ഫെമിലിയർ ഇല്ലാത്ത ഒരു ഏരിയ ആണ്, കൊച്ചി തന്നെയാണ്. ഒരു കുടുംബം എന്നെ കാത്തിരിക്കുകയാണ്. ആക്ച്വലി എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയില്ല, അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലിയാണ്. പക്ഷെ ഞാൻ ഇവിടെ അവരെ കാണാൻ വരാൻ കാരണം is this. Yes, ഈ വരുന്ന മാർച്ച് 26 തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമയാണ് പ്രതിച്ഛായ, ഇമേജ് ഈസ് ഡെസ്റ്റിനി. ഇത് എഴുതിയിരിക്കുന്നതും ഇത് സംവിധാനം ചെയ്തിരിക്കുന്നതും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനാണ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ശ്രീ ഗോകുലം മൂവീസും അതുപോലെ തന്നെ RD ഇലുമിനേഷൻസ് ആണ് നമുക്ക് വേണ്ടി ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മൾട്ടി സ്റ്റാർ കാസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ദം. ഹലോ. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ ഇവിടെ ഫുൾ ഫാമിലി സെറ്റപ്പ് ആണല്ലോ. എന്താണ് സത്യാവസ്ഥ? Tell us. സത്യാവസ്ഥ ഇതൊരു ഫാമിലി ഫിലിമാണ്. ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് പൊളിറ്റിക്സ് ആണെന്നുള്ളൂ. ഓ റിയലി? അതിന് കാരണം എന്താ പറയുക, നമ്മുടെ ഈ ഒരു കറന്റ് സെനാരിയോ പൊളിറ്റിക്സും ഇലക്ഷൻസും ഒക്കെ നടക്കുന്നതുകൊണ്ട് അതിന്റെ കറക്റ്റ് നടുക്കൊണ്ടാണ് പ്രതിച്ഛായ ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ടൈമിങ് മനഃപൂർവ്വമാണോ? ഇത് ബേസിക്കലി ഒരു ഫാദർ സൺ റിലേഷൻ കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പം അത്തരം സിനിമകൾ എല്ലാവർക്കും എപ്പോഴും തിയേറ്ററിൽ കാണാൻ ഇഷ്ടമുള്ളൊരു ഒരു കഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ റിലേഷൻഷിപ്സും അതിൻ്റെ രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിച്ഛായ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള പടമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചിത്രമാണ്, ഒരു ഫാമിലി ഡ്രാമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെ. അപ്പൊ ഈ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിവിൻ തന്നെ പരിചയപ്പെടുത്തി തരണം. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും. അച്ഛനില്ല, അച്ഛനാണ് നമ്മുടെ സെൻട്രൽ, പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവരും ആരൊക്കെയാണ്? ചേട്ടൻ എവിടെ? ചേട്ടാ, എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ആ ഒരു പ്രതിച്ഛായ എൻ്റെ മാറുന്നതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതെ, മാറുമായിരിക്കും. ഇതുവരെയുള്ള പ്രതിച്ഛായ എന്തായിരുന്നു നിഷാന്തിന്റെ? നിവിനെ വില്ലൻ അല്ലേ? ഇതിൽ പക്ഷെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചേട്ടനാണ് അല്ലേ? ചേട്ടൻ, പിന്നെ അച്ഛൻ നമുക്ക് ഓൾറെഡി അറിയാം, ബാലചന്ദ്ര മേനോൻ സാറാണ് അച്ഛനായി വരുന്നത്. അമ്മ എങ്ങനെയുണ്ടായിരുന്നു? അന്നമ്മ, എന്റെ ക്യാരക്ടറിന്റെ പേര് അന്നമ്മ. മക്കളുടെ പേര്? മക്കളെ ജോൺ, ടോബി. ജോൺ ആൻഡ് ടോബി. രണ്ട് മക്കൾ. എങ്ങനെയുണ്ട് മക്കള്? നല്ല മക്കളാണ്. റോസി ഇസ് ജോൺസ് ഭാര്യ. അതെ, റോസ. സ്നേഹത്തോടെ വിളിച്ചതല്ലേ? അല്ലേ? സ്നേഹത്തോടെ റോസി എന്ന് വിളിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഐ എം റോസ. അല്ല, ആ പേരിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഇല്ല. എന്തെങ്കിലും പറയൂ. പറയാൻ വളരെ സന്തോഷം. ബിക്കോസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് സിനിമയിൽ എത്തുന്ന ആളാണ്. ആൻഡ് ഓൾസോ അത് ഇത്ര വലിയൊരു ബാനറിന്റെ കൂടെ, ഉണ്ണിസാറിന്റെ കൂടെ, നിവിൻ ചേട്ടൻ, ഷറഫക്ക, രാജ് ചേട്ടൻ, ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ ആയത് ഐ തിങ്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പടം ഇതാണ്. സോ വെൽക്കം. താങ്ക് യു. പൊളിറ്റിക്സുമായിട്ട് എനിക്ക് ചെറിയ ബന്ധമേ ഉള്ളൂ, പക്ഷെ ഞാനൊരു ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളല്ല. ഞാൻ ബൈ പ്രൊഫഷൻ ഇതിൽ പ്രൊഫസറാണ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് എന്റെ സബ്ജക്ട്. പഠിപ്പിക്കുന്നതേ ഉള്ളൂ, വലിയ താല്പര്യമില്ല. താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ക്യാരക്ടർ. ഓക്കെ, യെസ്. കുട്ടികളുണ്ടോ ഇതില്? കുട്ടികളില്ല. ഇല്ല. അപ്പൊ എല്ലാ കുട്ടികളും നിങ്ങളുടെയാണ്? അല്ല, ഒരാളേ ഉള്ളൂ. ടോബിയുടെ, ടോബിന്റെ വൈഫാണ് റാണി. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യം എന്തായിരുന്നു പ്രതിച്ഛായയില്? ഭർത്താവ് ടോബി. അല്ലാന്ന് ഞാൻ പറയില്ല, കാരണം ഇതിൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്നുള്ള പാട്ടൊക്കെ കേട്ട് ഞാനിങ്ങനെ കേട്ടോ.
അങ്ങനെ നമ്മള് ഇങ്ങനെ എന്ത് രസാന്നൊക്കെ വിചാരിച്ചിരുന്ന ആള് നമ്മളുടെ ഭർത്താവായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ഉറപ്പായിട്ടും ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. നുണ പറയണേ. അമ്മയും അച്ഛനും എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സിനിമയില്? മോൾക്ക് മുഴക്ക് കൊടുത്തേ. മോളുടെ പേരെന്താ? ധ്വനി. വാവ്, വാട്ട് എ നൈസ് നെയിം. സിനിമയിലോ? മറിയാമ്മ. നിങ്ങളുടെ ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ? സത്യം പറയണേ. മൈ ഗോഡ്, മറ്റേ അഭിനേത്രിയാവാൻ കറക്റ്റ് ആയിട്ട് വളർന്നു വരുന്ന കുട്ടി സിനിമയിൽ നിൽക്കും. അശോകൻ ചേട്ടൻ പറഞ്ഞു സിനിമയിൽ നിൽക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ കുടുംബത്തില്? നമ്മൾ മിസ്സിംഗ് ഇല്ലല്ലോ. 2 അമ്മ, അച്ഛൻ, 2 മക്കൾ, പിന്നെ ഭാര്യ, ഒരു മോള്. ഓക്കെ, കുടുംബം കഴിഞ്ഞു. ഇനി ഈ കുടുംബത്തിന്റെ പുറത്തേക്ക് പോകുമ്പം നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പം പോളിറ്റിക്സ് ഇതിന്റെ വലിയൊരു ഒരു ഭാഗമാണ്. അതിൽ ആ ഒരു ഇടത്തല്ലേ അശോകൻ ചേട്ടനും രാജു ചേട്ടനും ഒക്കെ എൻട്രി ചെയ്യുന്നേ? ഞാൻ രാഷ്ട്രീയത്തിലുള്ളതാണ്. അച്ഛൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ തന്നെ ഉണ്ട്. ഇത് ബാലചന്ദ്രന്റെ രാഷ്ട്രീയത്തിൽ അതിലൊരു പ്രസിഡന്റാണ്. ഓക്കെ, പക്ഷേ ഇതില് നിങ്ങൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലേ? രാജു ചേട്ടൻ ഒരു ലോയലിസ്റ്റ് ആണ്. അത് മണിയമ്പിലെ രാജു ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അല്ല, രാജു ചേട്ടൻ രണ്ടുപേരും ഒരേ പാർട്ടിയിലല്ലേ ഇതില്? പക്ഷെ രാജു ചേട്ടൻ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ആളല്ലേ ഈ മിനിസ്റ്ററിന്റെ അടുത്ത്. ഇദ്ദേഹം കുറച്ചുകൂടെ പവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയാണോ? അതൊക്കെ പറഞ്ഞ സിനിമയുടെ സസ്പെൻസ് ആയിട്ട് ഞങ്ങൾ പറയില്ല. ഓ, നിങ്ങൾ 10-50 ദിവസം കഷ്ടപ്പെട്ട് അതൊന്നും ഞാൻ പറഞ്ഞത് ഇല്ല. സിനിമയിൽ ട്രെയിലർ കണ്ടിട്ടാ ഞാൻ പറഞ്ഞ. ട്രെയിലറിൽ കുറച്ചൊരു ദേശീയക്കാരനാണ്. ജീവിതത്തിലോ? ജീവിതത്തിന് അതിനേക്കാൾ ദേഷ്യം. എന്നെ കുറിച്ച് ലോയലാണെന്ന് പറയാൻ കാര്യമുണ്ട്. ഞാൻ ട്രെയിലറിൽ ഇല്ല. ചേട്ടന്റെ സ്വഭാവം വെച്ച് ഞാനങ്ങ് ഗസ് ചെയ്തതാ ലോയലാണെന്ന്. പക്ഷെ ഈ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ആ മൈക്ക് എന്റെ ഈ കുടുംബ ഞങ്ങള് വേറെ ഗ്യാങ്ങാ. ഇവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത്. സ്പൈ. ഗ്യാങ്ങിലെ വേറൊരു മെമ്പറും കൂടെ ഉണ്ടല്ലോ. വിഷ്ണു മീഡിയ അല്ലേ? മീഡിയ വേറെ ലോകം. നമുക്ക് വൈശാഖിനടുത്തേക്ക് പോവാം. നിങ്ങളും ഒരു ഗ്യാങ് അല്ലേ? ഓക്കെ, ഇനി ഈ സിനിമയില് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ആണ്, കുടുംബമാണ് സെൻട്രൽ എന്ന് പറഞ്ഞു. കുടുംബത്തെ പരിചയപ്പെട്ടു. അഫ്കോഴ്സ് CM കഥാപാത്രത്തിലെ ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ കുറെ നാൾക്ക് ശേഷമുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ ദാറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ് ഫോർ ഓൾ ഓഫ് us. പക്ഷെ ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ്സ് ആണോ ഈ പൊളിറ്റിക്കൽ ഒരു ഇമേജ് ഡിസൈഡ് ചെയ്യുന്നത്, പൊളിറ്റിക്സ് ഡിസൈഡ് ചെയ്യുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ കഥാപാത്രങ്ങളായിട്ടാണല്ലോ വരുന്നത്? എടാ, എന്തായിട്ടാണ് വരുന്നത്? ഞാൻ ആക്ച്വലി അവിടെ പച്ചക്കറി വിൽക്കാൻ എന്നിട്ട് അപ്പൊ വീട്ടില് ബൾക്കായിട്ട് എടുക്കുവാണ്. പിന്നെ എന്നിട്ട് കച്ചവടം എവിടെ വരെ എത്തി? കച്ചവടം കുഴപ്പമില്ല, പൊടി പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിലൊരാളെ ഞങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ് കഥയുടെ ഒരു നിവൃത്തി. അതാണ് അതിന്റെ ഒരു മെയിൻ സാധനം. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി വിഷാംശമുള്ള ഭക്ഷണം കൊടുത്തു? ഭക്ഷണം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതാണ് പച്ചക്കറി കച്ചവടക്കാരനാണ് ഞാൻ. അത് മനസ്സിലായി. കോർപ്പറേറ്റ് രീതിയിൽ പച്ചക്കറി വെക്കുന്ന ഒരു കച്ചവടക്കാരൻ. അപ്പൊ വൈശാഖ, ഇതൊക്കെ സത്യമാണോ? രാജുചേട്ടൻ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ ഒരു എക്സ്പെക്ടേഷനും? എന്താണ് പ്രതീക്ഷ? എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ്. കാരണം അത്രയ്ക്ക് ഫിലിം വർക്കൗട്ടായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മേക്കിങ്ങിന്റെ സൈഡിലായാലും വളരെ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല, ഒരു വലിയ സിനിമയാണ്. ഉണ്ണികൃഷ്ണൻ ചെയ്ത പടങ്ങളിലെ ഏറ്റവും വലിയ പടമാണ്, ഏറ്റവും നല്ല പടമാണ്. ഞാൻ അവസാനം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ അത് പറയുകയും ചെയ്തു. ഉഗ്രം പടമാണ്. പിന്നെ ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഇതിലെ സീൻസുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കേരളത്തിലെ 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്ന പല സംഭവങ്ങളുണ്ടല്ലോ, സ്ട്രൈറ്റ് ഫോർവേഡാണ് സിനിമ. അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടൈറ്റിൽ കൂടിയാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. പിന്നെ എപ്പോഴും വർക്കൗട്ട് ആവുന്ന സംഭവമാണ് 2-3 റിലേഷൻ. ഒന്ന് അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻ, പിന്നെ സുഹൃത്ത് ബന്ധത്തിൻ്റെ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്സൊക്കെ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു, ഞാൻ പറയില്ല, ഇതിനകത്ത് ഇതൊരു മോഹൻലാൽ ഇല്ലെന്നേ ഉള്ളൂ, വലിയ സിനിമ. അശ്വൻ ചേട്ടൻ പറയൂ ഈ സിനിമേനെ കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു ജേണി. ഈ സിനിമയില് ആദ്യം എന്നെ വിളിക്കുന്നത് അരമോഹൻ ചേട്ടനാണ്. വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഉണ്ണിയേട്ടൻ്റെ പടത്തിൽ. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ണിയേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ അതിലൊരു കുറച്ച് അധികം ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നല്ല വേഷമാണല്ലോ എന്നുള്ളത്. വേഷമൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഉണ്ണിയേട്ടനെ ഞാൻ വിളിച്ചു. ഉണ്ണിയേട്ടനെ പറഞ്ഞ് നമുക്ക് തിരിച്ചിരിക്കാം. ഞാൻ ഓഫീസിൽ ചെന്നു. എൻ്റെ ക്യാരക്ടറെ കുറിച്ച് ഒന്ന് പറഞ്ഞു, കഥ പറഞ്ഞില്ല. പേരെന്താ ക്യാരക്ടറിന്റെ? പുരുഷോത്തമൻ. പുരുഷോത്തമൻ. അപ്പോൾ എന്നോട് ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും
ഇങ്ങനെ കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താ എൻ്റെ കഥയും കാര്യങ്ങളും ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ പറയാം, അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല. ഇതുവരെ അല്ല, പടം ഷൂട്ട് തീരുന്നവരെ കഥ പറഞ്ഞിട്ടില്ല. കാരണം അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഭവം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പൊളിറ്റീഷ്യൻ ചെയ്തിട്ടുണ്ട്. തമാശയായിട്ടുള്ള പൊളിറ്റീഷ്യൻ, വില്ലനായിട്ടുള്ള പൊളിറ്റീഷ്യനൊക്കെ വേറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ല ഒരു ക്യാരക്ടർ എൻ്റെ 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 350 സിനിമ ആകാൻ പോകുന്നു, ഞാൻ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ക്യാരക്ടർ. വിഷ്ണു, ലെറ്റ് മീ കം ടു യു. ഇതിലൊരു മീഡിയ അല്ലേ, മീഡിയ പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ പൊളിറ്റിക്സ്, ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മീഡിയയും സോഷ്യൽ മീഡിയയും ഇമ്പോർട്ടൻസ് അവിടെ വളരെ വലുതാണ്, എസ്പെഷ്യലി ഇമേജ് എന്ന് പറയുമ്പോൾ അല്ലെ, പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ് താങ്കളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു സിനിമയിൽ? എങ്ങനെയാണ് ഈ മീഡിയ ഇതിൽ എൻ്റർ ആവുന്നത്? ഇതിൽ അരവിന്ദൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. മീഡിയ പേഴ്സണാണ്. ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഒരു കഥ പറയുമ്പോൾ ജേർണലിസ്റ്റ്, പോലീസ്, ഇങ്ങനെ സിസ്റ്റം എല്ലാം വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിലെ ആ ഭാഗമാണ് ഞാൻ പ്ലേ. ജേർണലിസ്റ്റും ഉണ്ടല്ലോ നമുക്ക്. Tell me about your character. എൻ്റെ ക്യാരക്ടറിന്റെ പേര് എലിസബത്ത് ജേക്കബ് എന്ന് പറയുന്ന വിഷ്ണുചാറിന്റെ അതേ ടീമിലുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. ഇതേപോലെ മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണ്. ഈ പറഞ്ഞ ഉണ്ണി സാർ എന്നോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സെറ്റിൽ വന്നപ്പോ എനിക്ക് മാത്രമേ അറിയാത്തേ ഉള്ളൂ. പിന്നെ ആർക്കും അറിയില്ല എന്ന് മനസ്സിലായി. അപ്പം ഓരോ ഇത് ചെയ്യുമ്പോൾ എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. നിങ്ങൾ ഇനി സിനിമ കാണണം. അതെ അതെ, ഫുള്ള് കണ്ടാലാണ് എന്താ കഥ എന്താണെന്ന് അറിയാം. അതെ, ഫുള്ള് കണ്ട് ഓരോന്നും ചെയ്യുമ്പോഴാണ് എന്താന്നുള്ളത് ഒരു ഐഡിയ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത്രയും വലിയൊരു കാസ്റ്റും ക്രൂ ഉള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഇത്രയും വലിയ ഒരു ടീം, അതായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം. ഉണ്ണി സാറിനെ പോലെ ഡയറക്ടർ, ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ, ഇത്രയും നല്ല ക്രൂ, എല്ലാം അതന്നെയായിരുന്നു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു സിനിമ നമ്മുടെ ഓഡിയൻസിലേക്ക് പോകുമ്പോൾ അവരെന്ത് പ്രതീക്ഷിച്ചാണ് ഇത് കാണേണ്ടത്? എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഫാമിലി ഫിലിം പ്രതീക്ഷിച്ച് വന്നാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ നിരാശപ്പെടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്സ് നന്നായിട്ട് വരും. ഇപ്പോൾ പറയുകയാണെങ്കിൽ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് നന്നായിട്ട് വരും. പക്ഷെ ബാക്കി എല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുള്ളൂ. അവരുടെ റിലേഷൻഷിപ്സിന് അധികം വാല്യൂ കൊടുക്കില്ല റൈറ്റിങ്ങിൽ. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു എല്ലാ റിലേഷൻഷിപ്സിനും നന്നായിട്ട് വാല്യൂ കൊടുത്താണ് സാർ എഴുതിയിരിക്കുന്നത്. ഇത് അച്ഛൻ മകനാണെങ്കിലും ബ്രദേഴ്സ് തമ്മിലാണെങ്കിലും ഹസ്ബൻഡ് വൈഫാണെങ്കിലും പിന്നീട് അമ്മയുടെ ക്യാരക്ടർ ശക്തമായിട്ട് വരുന്നുണ്ട് സിനിമയ്ക്കകത്ത്. ഷറഫിൻ്റെ ക്യാരക്ടറാണെങ്കിലും എല്ലാ റിലേഷൻഷിപ്സും ഭയങ്കര നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനൊരു സ്ക്രിപ്റ്റിലൊക്കെ കേൾക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വേറൊരു കുട്ടി കൂടി ഇരിപ്പുണ്ടല്ലോ. ഹൂ ഇസ് ദാറ്റ് കുട്ടി? മോളുടെ പേരെന്താ? ഫൈസ. ഫൈസ. ഫൈസ ആരാ ഇതില്? ആനഗസ്റ്റിന്റെ മോനായിട്ട്. അമ്മ എവിടെ? അറിയില്ല. എനിക്കറിയില്ല അമ്മ എവിടെ പോയെന്ന് അറിയാത്ത മത്സരല്ല, ഞങ്ങളെ നോക്കിക്കോളാം. എങ്ങനെയുണ്ടായിരുന്നു മോൾക്ക് സിനിമ? നല്ലായിരുന്നു. ഫസ്റ്റ് ഫിലിം ആണോ? ഇല്ല, വേറെ ഏതൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം ചെയ്തത് അതിരന, എന്നിട്ട് പാച്ചുവൽബുധവളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റാം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കൊണ്ടൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഏതാ കഴിഞ്ഞത്? ഇത് കഴിഞ്ഞ. ഇതിന്റെ പേരെന്താ സിനിമയുടെ? പ്രതിച്ഛായ. ഞാൻ നേരത്തെ വൈശാഖേട്ടൻ്റെ ചോദിക്കുമായിരുന്നു, നമുക്ക് ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ സിനിമ ഹൗ വാസ് ഇറ്റ് ഫോർ യു? എന്തായിരുന്നു യുവർ ജേർണി? ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഞാൻ ഉണ്ണി സാറിനോട് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. സോ ആദ്യം ചെയ്ത സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ക്യാരക്ടറിന്റെ പേര് തന്നെ കുറച്ച് ഇഷാൻ തേജസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതെ അതെ. നേരത്തെ ഷറഫും വിഷ്ണുവും പറഞ്ഞ പോലെ കുറച്ച് നെഫേരിയസ് ആയിട്ട് വരുന്ന ഒരു സോണിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ ഐ ഗെസ് അയാൾക്ക് അയാളുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണി ഉണ്ട്. അത് ഈ സ്റ്റോറിയിലൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വരുന്നൊരു ക്യാരക്ടറാണ്. ചേട്ടാ, ഇവരെല്ലാവരും പറഞ്ഞ ആദ്യത്തെ കാര്യം ഇവരുടെ അടുത്ത് ആരുടെടുത്തും സ്ക്രിപ്റ്റ് പറഞ്ഞില്ല എന്നാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതെ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാളുടെ പറഞ്ഞല്ലേ? അത് തൊട്ടടുത്തിരിക്കുന്ന ആള്
വളരെ അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ മാത്രം പറഞ്ഞെന്നുള്ളത് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഓരോ സീൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അത് നല്ല ഒരു രീതിയാണ്. അതുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവരെല്ലാം പറഞ്ഞ പോലെ ബേസിക്കലി ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന എല്ലാ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ട്, ഫാമിലി ഉണ്ട്. അവരുടെ ഓരോ ദിവസത്തെ പ്രവർത്തനത്തിൻ്റെ ഇമ്പാക്റ്റ് അവരുടെ വീട്ടിലുള്ളവരുടെ സ്വാഭാവികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു തോട്ടാണ് ഈ സിനിമയുടെ ഏറ്റവും കാതലായ തോട്ടം എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ എം വെരി ഫോർച്ചുനേറ്റ് ഇങ്ങനെ ഇത്രയും നല്ല ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ പരിചയപ്പെടുത്തുന്നത് സിനിമ. എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ഫിലിം ആണ്, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് എന്ന നിലയിൽ ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഇല്ല, എന്തോ ബാലേന്ദ്രൻ ഇല്ല. അത് ഭയങ്കര ഒരു അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ബേസിക്കലി അത് മറ്റാരുടെയും സിനിമ പോലെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. ഒരുപടി മുകളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കഥാപാത്രം വളരെ കൃത്യമായിട്ട് ചെയ്ത ഒരാളാണ് ആനഗസ്. ഓൾസോ അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ. അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് ബ്രില്യൻറ്റ് ആക്ടേഴ്സ് അഭിനയിച്ചു. പിന്നെ എൻ്റെ ടെക്നിക്കൽ ക്രൂ ദേ ആർ ഓൾസോ വെരി ബ്രില്യൻറ്റ്. എൻ്റെ സിനിമാറ്റോഗ്രാഫർ ചന്ദ്രു ആൻഡ് എഡിറ്റർ മനോജ്, മ്യൂസിക് ജസ്റ്റിൻ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആർട്ട് ഡയറക്ഷൻ ഷാജിയും അജിയും ചെയ്തിരിക്കുന്നത്, കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത് സിജി. എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് ഇതിനകത്ത് ഇൻപുട്ട് ടീം, എൻ്റെ കൂടെയുള്ള ടീം. 26-ന് പ്രതിച്ഛായ തിയേറ്ററിൽ ഇറങ്ങുകയാണ്. അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി ഡ്രാമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. അപ്പോൾ ഈ വരുന്ന 26-നാണ് പ്രതിച്ഛായ റിലീസാവുന്നത്. ഇനിയും പറഞ്ഞ പോലെ, ഉണ്ണി സാർ പറഞ്ഞ പോലെ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ് നിറഞ്ഞൊരു സിനിമ കാണാം. അത് കുറച്ച് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ബാക്ക്ഡ്രോപ്പിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും കാണാം. ഇവരെല്ലാവരും ഒരുമിച്ച് 26-ാം തീയതി they will come to a theatre next to you. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, സിനിമ പോയി കാണൂ, ആൻഡ് ഇവരെ അഭിപ്രായം അറിയിക്കൂ whether you loved it or not. But till then, congratulations, and we are really hoping ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ, വലിയ സക്സസ് ആവട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബ ചിത്രമാവട്ടെ പ്രതിച്ഛായ എന്ന് ആശംസിക്കുന്നു.